സംഗീത നാടക അക്കാദമിയിൽ അവാർഡ് വീതം വെപ്പ് ആരോപണവുമായി നാടകക്കാരൻ സുനിൽ ഞാറയ്ക്കൽ. വീതം വെപ്പ് എന്നത് തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമെന്നും എല്ലാം സുതാര്യമെന്ന് സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗം സഗീർ അലി. സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ നാടക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നാടകങ്ങൾ അവാർഡുകൾക്കായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഒരുപാട് ഘടകങ്ങളിലൂടെ കടന്ന് വീതം വെപ്പാണ് നടക്കുന്നതെന്നാണ് പ്രമുഖ നാടകക്കാരൻ സുനിൽ ഞാറയ്ക്കൽ തുറന്നടിച്ചത്. കൈതാരം റെഡ് സ്റ്റാർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സച്ചിൻ കൈതാരത്തിന്റെ 18ാമത് ചരമവാർഷിക അനുസ്മരണ യോഗത്തിലാണ് സുനിൽ ഞാറയ്ക്കലിന്റെ അപ്രതീക്ഷിത വിമർശനമുയർന്നത്. കേരള സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗവും സംവിധായകനും തിരക്കഥാകൃത്തുമായ സഹീർ അലിയായിരുന്നു അനുസ്മരണ സമ്മേളന ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമായിരുന്നു സുനിൽ ഞാറയ്ക്കലിന്റെ ഊഴം. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ ബാബു ആലുവ, വിനോദ് കൈതാരം എന്നിവർ വേദിയിൽ ഇരിക്കവെയാണ് സുനിൽ ഞാറയ്ക്കലിന്റെ വിവാദ പരാമർശമുണ്ടായത്. സുനിലിന്റെ പ്രസംഗം കഴിഞ്ഞയുടനെ സഗീർ അലി വീണ്ടും മൈക്കിന് മുന്നിലെത്തി വിമർശകന് മറുപടി നൽകുകയായിരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ വീതം വയ്പില്ലെന്നും അവാർഡ് നിർണയം വളരെ സുതാര്യമാണെന്നും ഇതുപോലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് ലക്ഷ്യമെന്നും സഗീർ അലി പറഞ്ഞു. നാടക മത്സരത്തിന്റെ ജൂറി ചെയർമാൻ ബെന്നി പി നായരമ്പലവും നാടകരംഗത്തെ പ്രതിഭാധനരായ സജിത മഠത്തിലും സുനിൽ വടകരയും മെമ്പർ സെക്രട്ടറി കരുവള്ളൂർ മുരളിയുമാണ് കമ്മിറ്റി അംഗങ്ങൾ. മികച്ച നാടകത്തെയും സംവിധായകരെയും നടന്മാരെയും ജൂറിയാണ് തെരഞ്ഞെടുക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർക്ക് കാര്യങ്ങൾ വേഗത്തിലറിയാൻ സംവിധാനങ്ങളുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാം. അതുമല്ലെങ്കിൽ സംഗീത നാടക അക്കാദമി സെക്രട്ടറിക്ക് വിയോജനക്കുറിപ്പെഴുതാം. സുതാര്യമായ ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്ഥാനത്തിന് കീഴിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ അവാർഡുകൾ വീതം വെച്ചു കൊടുക്കുന്ന രീതി കേരള സംഗീത നാടക അക്കാദമിക്കില്ലെന്ന് സഗീർ അലി പറഞ്ഞു. ചടങ്ങിൽ MA ഷാജൻ അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ ബാബു ആലുവ, കൈതാരം വിനോദ് കുമാർ എന്നിവരെ ആദരിച്ചു. വിനോദ് കെടാമംഗലം, OU ബഷീർ, NB സോമൻ, KV ശങ്കരൻകുട്ടി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, പറവൂർ.